സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കോമൺ മോഡ് കോൺഫിഗറേഷനും അതേപോലെ തന്നെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒപ്പാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒപ്പാമിൻ്റെ എഫിഷ്യൻസിയുടെ ആ ഒരു പാരാമീറ്റർ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് CMMR എന്ന് പറയുന്നത്, അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR. കോമൺ മോഡ്, അതിനു മുന്നേ കോമൺ മോഡ് കോൺഫിഗറേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കോമൺ മോഡ് കോൺഫിഗറേഷൻ അതായത് സെയിം ഒരേ ഇൻപുട്ട് തന്നെ രണ്ട് ടെർമിനലിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. വെൻ ദ സെയിം ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ബോത്ത് ദ ടെർമിനൽസ്, ഇൻവേർട്ടിംഗ് ടെർമിനലിലും അതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും ഒരേ ഇൻപുട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. സാധാരണഗതിയിൽ ഒപ്പാം എന്ന് പറഞ്ഞത് ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സെയിം ഇൻപുട്ട് തന്നെ രണ്ടു പേർക്കും കൊടുക്കുമ്പോൾ ഒപ്പാമ്പ് ബെറ്റർ പെർഫോമൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ഒരു ഡിഫറൻസ്, ഒരേ ഇൻപുട്ട് തന്നെ രണ്ടിൻ്റെയും ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് 0 ആയിരിക്കണം. അപ്പോൾ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻപുട്ട് തന്നെ ഡിവൈഡ് ചെയ്തെന്നല്ല പറയേണ്ടത്, ഈ ഇൻപുട്ട് തന്നെ നമ്മൾ ഈ രണ്ട് ടെർമിനലിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ഇംബാലൻസ്, അതായത് ഇതിനകത്തുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ ഇംബാലൻസ് കാരണം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മിസ്മാച്ചിങ് കാരണം സ്വാഭാവികം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതിന് നമുക്ക് VCOM എന്ന് പറയാം, ദാറ്റ് ഈസ് കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് എഴുതാം. കോമൺ മോഡ് ഗെയിൻ ACM എന്ന് പറയുന്നത് VCOM ഡിവൈഡഡ് ബൈ VCM. VCM എന്ന് പറയുന്നത് നമ്മൾ കോമൺ മോഡ് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജും VOCM എന്ന് പറഞ്ഞത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ കേസ് ആണെങ്കിൽ എന്തായിരിക്കണം, ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 0 ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഇത് കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു ഡിഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ VCM എന്ന് പറഞ്ഞത് ലാർജ് വാല്യൂ ആയിരിക്കും. കാരണം ഈ ഡിഫറൻസ് പാടില്ല. അതായത് VID ദാറ്റ് ഈസ് V1 മൈനസ് V2 എന്ന് പറഞ്ഞത് 0 ആയിരിക്കണം. പക്ഷേ ഇത് 0 ആവാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ACM എന്ന് പറഞ്ഞത് എന്തായിരിക്കണം, ഐഡിയലി ദിസ് ഈസ് ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ദാറ്റ് ഈസ് 0 ആയിരിക്കണം. അതായത് ഇതെന്നുള്ള ലാർജ് വാല്യൂ ന്യൂമറേറ്ററിൽ 0 ആവുന്നു. ഐഡിയൽ കേസസിൽ ACM 0 ആയിരിക്കണം. ഓക്കെ, പക്ഷേ നമ്മുടെ 0 അല്ല, അവിടെയാണ് CMMRൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് വരുന്നത്. പിന്നെ ഓരോ ഒപ്പാമിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ACM എന്ന് പറഞ്ഞൊരു വാല്യൂ അവിടെ കാണിക്കുന്നില്ല. അവിടെ CMMR, അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നൊരു ടേം ആയിരിക്കും കാണിക്കുന്നത്. ഇനി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ നമുക്ക് എന്താണെന്ന് നോക്കാം. CMRR ദാറ്റ് ഈസ് ദ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻഷ്യൽ ഗെയിൻ ദാറ്റ് ഈസ് AD ടു ദി കോമൺ മോഡ് ഗെയിൻ ACM. AD ഡിവൈഡഡ് ബൈ ACM. ഈ AD എന്ന് പറഞ്ഞത് ഒപ്പാമിൻ്റെ ഇൻറ്റേർണൽ ഗെയിൻ തന്നെയാണ്, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഗെയിൻ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ നോക്കുക, ഇത് കോമൺ മോഡ് കോൺഫിഗറേഷൻ കാണിച്ചിരിക്കുന്നു. ഇതും കോമൺ മോഡ് കോൺഫിഗറേഷൻ തന്നെയാണ്. ഇത് വിത്തൗട്ട് ഫീഡ്ബാക്കും, ഇത് നമ്മളൊരു ഫീഡ്ബാക്കും കൂടി കണക്ട് ചെയ്ത് എങ്ങനെ കോമൺ മോഡ് കോൺഫിഗറേഷനിലേക്ക് എത്തിക്കാമെന്ന് കാണിച്ചിട്ടുള്ളൂ. അതേ സെയിം ഇൻപുട്ട് തന്നെ നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി രണ്ട് ടെർമിനലിലും കൊടുക്കുന്നു, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് വിത്തൗട്ട് ആൻഡ് വിത്ത് ഫീഡ്ബാക്ക്. രണ്ടും കോമൺ മോഡ് കോൺഫിഗറേഷനെ തന്നെയാണ് കാണിക്കുന്നത്. Okay, so this CMMR can also be expressed as the ratio of the change in the input offset voltage, that is VIO divided by VCM.
VIO divided by VCM. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? VIO divided by VCM. അതേപോലെ തന്നെ CMMR, that is AD divided by ACM. ഓക്കെ, ഇനി അതേപോലെ തന്നെ ACM എന്താണെന്ന് നമ്മൾ കണ്ടു. ACM ഈക്വൽ ടു VOCM ഡിവൈഡഡ് ബൈ VCM. നമുക്ക് ഈ 3 ഇക്വേഷൻസിനെ ഒന്ന് ക്ലബ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് CMRR, that is equal to AD divided by ACM. That is AD divided by ACM എന്തായിരുന്നു? VOCM divided by VCM. VOCM divided by VCM. That is equal to AD VCM divided by VOCM. ഇതിന് തന്നെ നമുക്ക് VOCM, that is common mode output voltage, that is equal to AD VCM divided by CMRR. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് ഐഡിയൽ കേസിൽ 0 ആയിരിക്കണം. അതായത് നമ്മൾ ആ ഒരു ഡിഫറൻസ്, അതായത് ഇൻപുട്ട് വോൾട്ടേജിലുള്ള ആ ഒരു ഡിഫറൻസ് സ്മോൾ ആയിരിക്കണം, അല്ലെങ്കിൽ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇൻ ഐഡിയൽ കേസ് ദാറ്റ് ഈസ് 0. ഇൻപുട്ട് വോൾട്ടേജിലെ ഡിഫറൻസ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആയിരിക്കണം. ഇത് 0 ആവണമെങ്കിൽ CMMRൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഹൈ ആയിരിക്കണം. ഓക്കെ, higher the value of CMMR, smaller will be the amplitude of the output common mode voltage. ഇത് ഹൈ ആവുമ്പോൾ ഇത് ലോ ആവുന്നു. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ തന്നെ CMMR സാധാരണ ഡെസിബലിലാണ് കാണിക്കുന്നത്. CMRR dB, that is 20 log AD divided by ACM, അല്ലെങ്കിൽ 20 log VIO divided by VCM. ഈ 2 ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് CMMR, it is the measure of degree of matching between the 2 input terminals. അപ്പോൾ larger the value of CMMR ആണെങ്കിൽ better is the matching between the 2 input terminals. And that leads to the smaller is the output common mode voltage. ഇനിയിപ്പോൾ മറ്റേ ഔട്ട്പുട്ട് കോമൺ മോഡ് വോൾട്ടേജ്, അതായത് VCOM എന്ന് പറഞ്ഞത് ലാർജർ ആണെങ്കിലും ഫോർ എ ഗിവൻ കോമൺ മോഡ് വോൾട്ടേജ് VCM, so it is an indication of the large degree of imbalance. അതായത് VOCM കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, it has the large degree of imbalance between the 2 input terminals. അപ്പോൾ നമ്മൾ ഒപ്പാമ്പ് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഹയർ CMMR ഉള്ള ഒപ്പാമ്പ് തന്നെ തിരഞ്ഞെടുക്കുക. Since these op-amp have better ability to reject the common mode voltage. Okay.